കേരളത്തെ രൂപപ്പെടുത്തുന്ന ജോലിയാണ് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരനൂറ്റാണ്ട് കാലത്തിലേറെയായി കേരളത്തെ വിഭജിക്കാൻ BJPയും സംഘപരിവാറും കൊണ്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവർക്കത് വിജയിക്കാൻ കഴിയാത്ത വന്ന സാഹചര്യത്തിലാണ് അവരുടെ ജോലി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. വർഗീയ വിഭജനം കൊണ്ട് മാത്രമേ 2026 തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള ധാരണയിലാണ് ഈ വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കും എന്നുള്ള പ്രചരണം നടത്തുന്നു. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജമായത്തെ ഇസ്ലാമി ആയിരിക്കുമെന്നുള്ള പ്രചരണം നടത്തുന്നു. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിന്റെ തന്ത്രം ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും തരം പോലെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന CPMന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണിത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് CAA പറ്റിയായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി ലൈൻ മാറ്റിപ്പിടിച്ചു. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർത്തത്. അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള ശ്രമമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുകയും ആ വർഗീയ ഭിന്നിപ്പിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? അത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് മിന്റോയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ആദ്യമായി ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. ആ പോളിസിയാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വൈസ്രോയി മിന്റോയുടെ കാലത്താണ് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ആവിഷ്കരിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേരളത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനും ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമം നടത്തുകയാണ്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്താണ്? മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തിന് ഒപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുകയാണ്. ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. താൻ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള വാശിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത്. BJPയെയും CPMനെയും പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളാണ് എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴാ വിശേഷം ഞാനൊന്ന് മാറ്റുകയാണ്. പരസ്പരം പരിപോഷിപ്പിക്കുന്ന ഒക്കെ ചങ്ങാതിമാരായിട്ടാണ് നമുക്ക് അവരെ കാണാൻ കഴിയുന്നത്. BJPക്ക് പറയാൻ കഴിയാത്തത് മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് BJP പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണേണ്ടത് 2016 മുതൽ കേരളത്തിൽ BJPക്ക് കളം പിടിക്കാൻ അവസരം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചത് CPMന്റെയും ഇടതുമുന്നണിയുടെയും സഹായത്തോടെയായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒന്ന് CPMന്റെ ഭരണ
കേരളത്തിലുണ്ടായ ഗുരുതരമായ അഴിമതിയും കൊള്ളയും കൊണ്ടാണ്. 2, BJP ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് CPM തന്നെയായിരുന്നു. ഇനിയും BJPക്ക് കുറച്ച് MLA-മാരെ കൂടി കൊടുത്ത് താൻ വിശ്രമിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. നരേന്ദ്രമോദി എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കുകയാണ് പിണറായി വിജയന്റെ ദൗത്യം എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞു, ഞങ്ങൾ RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പരസ്യ സമ്മതം വിവാദമായ ഒന്നായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വ്യക്തിയാണ് ഈ പ്രസ്താവന നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം. ഉടൻ തന്നെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. രാമൻപിള്ള അത് ശരിവെക്കുകയും ചെയ്തു. BJPയും RSSുമായി CPMനുള്ള വർഷങ്ങളുടെ ബന്ധമായിരുന്നു നിലമ്പൂരിലെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയിലൂടെ തുറന്നു പറഞ്ഞത്. കോൺഗ്രസിനെ നേരിടാൻ, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എല്ലാ കാലത്തും CPMന്റെ പിന്തുണ, CPM BJPയുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്ര വസ്തുത. 1977 കൂത്തുപറമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൂത്തുപറമ്പിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മത്സരിച്ചത്. അന്ന് BJPയുടെയും അന്ന് BJP ഇല്ല, ജനസംഘത്തിന്റെയും RSSന്റെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് 5000 വോട്ടിന് കൂത്തുപറമ്പിൽ നിന്ന് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയിച്ചത്. ഉദുമയിൽ KG മാരാർക്ക് വേണ്ടി CPMന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചതും വോട്ട് ചെയ്തതും നമ്മളാരും മറന്നിട്ടില്ല. പാലക്കാട് ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തത് മുൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനിയായിരുന്നു. 1977ലും 1989ലും കേന്ദ്രത്തിൽ 2 കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ പ്രതിഷ്ഠിച്ചതിന്റെ പിന്നിൽ CPMന്റെ ശക്തമായ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് RSSന്റെ രാഷ്ട്രീയ രൂപമായ ജനസംഘവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ CPM തീരുമാനിച്ചു. അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയതിനെ തുടർന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായ P. സുന്ദരയ്യ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു, RSSുമായും BJPയും ജനസംഘവുമായിട്ടുള്ള കൂട്ടുകെട്ട് CPMന് ഗുണകരമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മാറാട് ഒരു മുറിവാണ്. കേരളത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാനും ജനങ്ങളെ തമ്മിലകത്താനും വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനും മാറാട് സംഭവം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? UDF ഭരണം വന്നാൽ മാറാട് ആവർത്തിക്കുമെന്ന് പറയുന്നത് എത്ര തെറ്റായ ഒരു നടപടിയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 5 വർഷം കേരളത്തിൽ ഭരിച്ചപ്പോൾ ഒരു വർഗീയ കലാപവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, ഒരു വർഗീയ സംഘർഷവും കേരളത്തിൽ ഉണ്ടായില്ല. ഇത്രയും സമാധാനപരമായി ജനങ്ങൾ ജീവിച്ച ഒരു കാലഘട്ടം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് നമുക്കറിയാം, കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി 12-ാം തീയതി സത്യാഗ്രഹം നടത്താൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ നടത്തുന്ന 2ാമത്തെ സമരമാണ്. പണ്ട് നിരന്തരമായി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ CPM മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ശ്രീ പിണറായി വിജയൻ ചെയ്യുന്ന 2ാമത്തെ സമരം ഇതൊരു വഴിപാട് സമരം മാത്രമാണ്. ഒരു ഘട്ടത്തിലും നരേന്ദ്രമോദിയോ അമിത്ഷായെയോ
ചെല്ലെങ്കിലും അലോരസപ്പെടുത്തുന്ന ഒരു നടപടിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ സത്യാഗ്രഹം ഒരു കോമഡിയാണ്. തിരുവനന്തപുരത്ത് 12-ാം തീയതി നടക്കാൻ പോകുന്നത് ഒരു കോമഡി മാത്രമാണ്. നമുക്കറിയാം, പിണറായി ഭരണത്തിൽ RSS പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷികൾക്ക് പോലും ആ അഭിപ്രായമുണ്ട്. പോലീസിലെ RSS വൽക്കരണത്തെ പറ്റി ഏറ്റവും ശക്തമായി പ്രസ്താവന കൊടുത്ത ആരാണ്? ആനി രാജ എന്ന CPIയുടെ അഖിലേന്ത്യാ നേതാവാണ്. പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനും RSS വൽക്കരണത്തിനുമെതിരെ ശക്തമായി പ്രതികരിച്ചാണ് ഇടതുമുന്നണിയുടെ MLA ആയിരുന്ന PV അൻവർ MLA സ്ഥാനം തന്നെയാണ് രാജിവെച്ചത്. എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളിലും RSS പ്രതികളായിട്ടുള്ള കേസുകളിലും അവരെ സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന പോലീസും പോലീസിന്റെ ഭരണാധികാരികളും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് RSS നേതാവായ വത്സൻ തില്ലങ്കേരി ശബരിമല സന്നിധാനത്ത് 18-ാം പടിയിൽ കയറിയ മൈക്ക് ഉപയോഗിച്ചത് നമ്മളാരും മറന്നിട്ടില്ല. പോലീസ് വത്സൻ തില്ലങ്കേരിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ അത്? ഇന്ന് RSSന്റെ അധ്യക്ഷന് സ്കൂളിൽ ദേശീയ പതാക ഉയർത്താൻ അനുവാദം കൊടുത്തത് പിണറായി വിജയന്റെ ഈ ഗവൺമെന്റ് കാലത്താണ്. നമ്മളത് മറക്കരുത്. ഇതിന്റെ നന്ദി സൂചകമായിട്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 69 സീറ്റുകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് CPMന് നൽകിയത്. അങ്ങനെയാണ് തുടർഭരണം ഉണ്ടായത്. UDFന് 40% വോട്ട്, LDFന് 44% വോട്ട്, 14% പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്ന BJPയുടെ വോട്ട് 10 കുറഞ്ഞു. 4% വോട്ട് അങ്ങോട്ട് മാറിയപ്പോഴാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായത്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPMനുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ശ്രീ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം ഞാൻ ഓർക്കുകയാണ്. 40 വർഷമായി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയ ഒരു പാർട്ടിയാണ് ഇപ്പം ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മതേതര കേരളത്തെ വർഗീയവൽക്കരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും AK ബാലൻ അദ്ദേഹത്തിന്റെ നാവായും പ്രവർത്തിക്കുന്നത് ഒരിക്കലും മതേതര വിശ്വാസികളായ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. AK ബാലന്റെ പ്രസ്താവനയോട് CPM സംസ്ഥാന സെക്രട്ടറിക്ക് വിയോജിപ്പാണ്, എന്നാൽ മുഖ്യമന്ത്രിക്ക് യോജിപ്പാണ്. ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതിനെ നിശിതമായി വിമർശിക്കുകയുണ്ടായി. പക്ഷെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ AK ബാലനെ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത്. ഇതിൽ വാസ്തവത്തിൽ CPMന്റെ നിലപാട് അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നുയർന്നിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. UDF പൂർണ്ണമായ മതേതര നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു മുന്നണിയാണ്. ഞങ്ങൾ 2 വോട്ടിന് വേണ്ടി മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കാത്ത പാർട്ടിയാണ്. ഞങ്ങൾ ആ നിലപാടുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കേരള ജനത ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു. കേരളം മാറണം, കേരളത്തിൽ ഇന്നത്തെ ഭരണം മാറണം, ഒരു പുതിയ ഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജനങ്ങൾ UDFന് വോട്ട് ചെയ്തത്. അത് കണ്ട് ഭയന്നാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി CPM ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. വർഗീയ പരാമർശം ആര് നടത്തിയാലും, അത് പിണറായി വിജയൻ നടത്തിയാലും ആര് നടത്തിയാലും അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. കേരളത്തിൽ വേണ്ടത് എന്താണ്? മതസൗഹാർദ്ദമാണ്.
വിവിധ മതവിഭാഗങ്ങൾ സ്വൈര്യമായി ജീവിക്കുന്ന സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭ ആസ്ഥാനത്ത് പോയിട്ട് മതനേതാക്കളെ കണ്ടു. അത് പാർട്ടിയുടെ അനുമതിയോടുകൂടി ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ അതിനു മുമ്പ് സംസാരിച്ചിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ അവരെ പോയി കാണാറുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടിയും കൂടെ പലതവണ അവരെ കണ്ടിട്ടുണ്ട്. സതീശൻ പോയതിനകത്ത് ഒരു തെറ്റുമില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അവരോട് സംസാരിക്കാനുണ്ടാകും. അവരുടേതായ വിഷയങ്ങളുണ്ടാകും, പൊതുവിഷയങ്ങളുണ്ടാകും. അത് പോയി സംസാരിക്കുന്ന ഒരു തെറ്റുമില്ല. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. വളരെ കാതലായ കേരളത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായി അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടക്കുന്ന കേസ് ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. അത്തരം പൊതുവിഷയങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോടും പറയാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനകത്ത് മറ്റൊന്നും കാണേണ്ട കാര്യമില്ല. അല്ല, ഇപ്പം എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അവിടെ യോഗം നടക്കുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതിന് ഒരു കുറ്റവുമില്ല. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോഴല്ല, എല്ലാ കാലഘട്ടങ്ങളിലും അവർ മാത്രമല്ല, കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെയും കാണും, ഭരണപക്ഷത്തെയും കാണും. അത്തരം കാര്യങ്ങൾ പോകുന്നതിനകത്ത് ഒരു അസ്വാഭാവികതയുമില്ല. പ്രതിപക്ഷ നേതാവ് ചെയ്ത നല്ല കാര്യമാണ്. ഈ ജോസ് കെ മാണിയുടെ പാർട്ടി തിരിച്ച് യുഡിഎഫിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പുനരാലോചന ഇപ്പോൾ ഉണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അവരിപ്പോൾ LDF-ൽ നിൽക്കുകയാണ്. LDF-ൽ നിൽക്കുന്ന ഒരു കക്ഷിയെ പറ്റി അവരിങ്ങോട്ട് വരുമെന്ന് പറയുന്നത് തെറ്റാണ്. ഇതുവരെ അങ്ങനെ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇന്നലെ സിറോ മലബാർ സഭയില് പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയതിന് ശേഷമാണ് അങ്ങനത്തെ അഭ്യൂഹങ്ങൾ കൂടി വരുന്നത്. അങ്ങനെ സഭ ആവശ്യപ്പെട്ടുള്ള തരത്തിലൊക്കെ ഇല്ല, അങ്ങനെയൊന്നുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. കാരണം സെനഡ് ആയതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ. പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് പോയതാണ്. അത് നല്ലതാണ്. അത് വളരെ നല്ല നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അല്ല, ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയതല്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അത് ഏത് വിഭാഗത്തിനകത്ത് പൊതുവിഷയങ്ങൾ ഉണ്ടെങ്കിലും സംസാരിക്കുന്നതിൽ തെറ്റില്ല. പണ്ട് ഞാനും ഉമ്മൻചാണ്ടിയും ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. ഈ ലീഗ് വളർന്നാൽ അത് അപകടകരമാണെന്ന നിലപാടായിരുന്നു സ്ഥിതി ഗോവിന്ദനാഥ്. അപ്പം അങ്ങ് ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ അതിനെ അനുകൂലിക്കുകയാണ്. നിലവിലിപ്പോൾ അതേ നിലപാട് തന്നെയാണ്. ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കോഴിക്കോട് വെച്ച് നടന്ന CKG അനുസ്മരണ സമ്മേളനത്തിലാണ് പല കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം അന്നത്തെ ലീഗല്ല ഇന്നത്തെ ലീഗ്, അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. അതിൽ നിന്ന് ആലുവാപ്പുഴയിലൂടെ ഒത്തിരി വെള്ളം ഒഴുകിപ്പോയി. അതിനൊന്നും അതൊക്കെ പഴയ 60 നടന്ന കാര്യമാണ് ഈ പറഞ്ഞത്. 1960-ഉം 1926-ഉം തമ്മിൽ എന്ത് വ്യത്യാസം, എത്രയോ അകലമുണ്ട്, എത്രയോ വ്യത്യാസമുണ്ട്. ഏതായാലും എന്റെ പ്രസ്താവനയൊക്കെ പിണറായി വിജയൻ രാത്രി കുത്തിയിരുന്ന് വായിച്ചതിൽ എനിക്ക് സന്തോഷം. ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്ന ഒരു സമുദായത്തെ വിമർശിക്കണമെന്ന ചോദ്യമാണ് CPM ക്യാമ്പിൽ ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നത് ഒരു സമുദായത്തെ അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൊണ്ടു നടന്നത് ഇവരല്ലേ? അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി 3 മണിക്കൂർ നേരം പൊന്നാനിയിൽ ഈ പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നവ കാത്തിരുന്നു. അബ്ദുൽ നാസർ മദനി മഹാത്മാഗാന്ധിയാണെന്ന് പ്രസംഗിച്ച് EMS. ഇതൊന്നും പഴയതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പഴയത് പറയാനാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. വയനാട് ചൂരൽമലയിലെ ഈ 400 വീടുകളിൽ 300 വീടുകൾ കോൺഗ്രസിനാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. അതോട് യോജിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. കാരണം കർണാടക ഗവൺമെന്റാണ് 100 വീടിന് പൈസ കൊടുത്തത്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും MLA ഫണ്ട് ഉണ്ട് അതിനകത്ത്. എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കർണാടക മുഖ്യമന്ത്രി കൊടുക്കുന്നതിന് കോൺഗ്രസ് അല്ലാതെ പിന്നെ ആരെ കൊടുക്കും? സർക്കാരിനാണ്, ഞങ്ങളല്ലേ അവിടെ ഭരിക്കുന്നത്. സ്വാഭാവികമല്ലേ? അതെ, കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി 100 വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തില്ലേ? അപ്പൊ ഞങ്ങളാരും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യം ഞങ്ങൾ ക്യാമ്പിൽ വെച്ച് വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ ഭൂമി വാങ്ങിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി. ഉടൻ തന്നെ അത് തറക്കല്ലിട്ട് വീടുകളുടെ നിർമ്മാണം ആരംഭിക്കും. ഈ MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്.
അത്തരം കാര്യങ്ങളൊന്നും പാർട്ടി ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ SIRന്റെ കാര്യത്തിലാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത്. കൂടുതൽ വോട്ടർമാരെ ചേർക്കുക, SIRന്റെ കാര്യം പൂർത്തിയാക്കുക. അത് കഴിഞ്ഞിട്ടാണ് പാർട്ടി മറ്റു കാര്യങ്ങളിലേക്ക്. സാധ്യതകളുണ്ടോ? ഏതാ? സാധ്യതകളുണ്ടോ ഇവർ മത്സരിക്കാൻ? അല്ല, അതിനെപ്പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. ഇത് ഒരു തെറ്റുമില്ല. കഴിഞ്ഞ തവണ 53 സീറ്റ് ചെറുപ്പക്കാർക്ക് കൊടുത്തായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും അല്ല 53 പേർക്ക് കഴിഞ്ഞാണ് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കോൺഗ്രസ് എല്ലാ കാലത്തും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ സീറ്റുകൾ നൽകാറുണ്ട്. സിറ്റിംഗ് എല്ലാവരും വീണ്ടും മത്സരിക്കായിരിക്കും. അല്ല, അതിനെപ്പറ്റി ഒന്നും ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കണം. ദയവായി ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ പേരിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പാർട്ടികളും വെറുതെ ആളുകളുടെ പേര് എടുത്തു കൊടുത്ത് വെറുതെ പല ആളുകൾ എന്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞാണ് ബഹളം. ദയവായി അങ്ങനെ ഒരു സഹായം ചെയ്തു തരണം. സീറ്റ് ചർച്ച ഒന്നും ആയിട്ടില്ല. അല്ല, എല്ലാ പാർട്ടിയിലും പ്രശ്നമാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ സീറ്റ് ചർച്ച ആയിട്ടില്ല. സീറ്റ് ചർച്ച ആയിട്ടില്ല. ഒരു നടപടി ആയിട്ടില്ല. ഇതൊക്കെ സമയമുണ്ട്. 90 ദിവസം ഇനി ബാക്കിയുണ്ട്. നിങ്ങൾ ഇപ്പോഴേ ആളുകളുടെയൊക്കെ പേരുകൾ ചുമ്മാതെ കൊടുത്ത് വെറുതെ പുലിവാലുണ്ടാക്കരുത്. ശബരിമലയെ ബന്ധപ്പെട്ട് താങ്കൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് വിദേശ വ്യവസായ പങ്കുണ്ടെന്നൊക്കെ എനിക്ക് അദ്ദേഹത്തിന് അറിയാവുന്ന അതുമായി ബന്ധപ്പെട്ട് ടീമടിയിൽ ഒരാളെ SIT ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഒരു വസ്തുതയില്ലെന്നുള്ളതാണ് ഇപ്പോൾ SIT നൽകുന്നത്. ഈ സംഭവം വളരെ വ്യക്തമല്ലേ? എന്നോടൊരാൾ വന്ന് പറയുന്നു. എനിക്ക് ആളിനെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം കുറേ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്നോട് പറഞ്ഞു. അതിന് കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നെ കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഭയമാണ് ഇത് പറയാൻ, അതുകൊണ്ട് അങ്ങ് ഇത് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഞാൻ അന്നേരം എന്ത് ചെയ്തു? SITക്ക് ഒരു കത്തയച്ചു. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായങ്ങളെ എടുക്കാം, ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ SIT എന്നെ വിളിച്ചു. ഞാൻ SITക്ക് പോയി അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു, എല്ലാം ചെയ്തു. There ends the matter for me. എൻ്റെ ജോലി അവിടെ അവസാനിച്ചു. പിന്നെ ഇനി അവർ ചർച്ച ചെയ്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് SITയുടെ ജോലിയാണ്. പക്ഷെ ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് അറിയുന്നത് SIT ഹൈക്കോടതി കൊടുത്തൊരു കാര്യം, രഹസ്യമായി കൊടുത്തൊരു കാര്യം എങ്ങനെയാണ് ഈ പുറത്തു വരുന്നത്? ഓരോ ദിവസവും ഓരോരുത്തർ ഈ ന്യൂസ് പുറത്തു വിടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ SIT ഹൈക്കോടതിയിൽ പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യവും പുറത്ത് പറയാറില്ല, ഞങ്ങളൊരു വിവരവും പുറത്തു വിടില്ല. അപ്പോൾ ഓരോരുത്തർ ഓരോ ദിവസവും ഓരോ വാർത്ത കൊടുക്കുകയാണ്. അപ്പം എൻ്റെ ജോലി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ഒരു വിവരം കിട്ടിയപ്പോൾ SIT അറിയിച്ചു എന്നുള്ളതാണ് എൻ്റെ ജോലി. അത് കഴിഞ്ഞത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ പരിശോധിക്കട്ടെ. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന ഒരുപാട് നേതാക്കൾ മത്സരിക്കുന്നുണ്ട്. യുവാക്കൾക്ക് കൂടുതൽ അവസരം കൊടുക്കണമെന്നാണ് കോൺഗ്രസ് അകത്തുള്ള പലരുടെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടങ്ങളിലും ചെറുപ്പക്കാർക്ക് വേണ്ടത്ര പ്രാധാന്യം അവസരവും കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അത് ഞങ്ങൾ ഇത്തവണയും അത് പരിഗണിക്കുന്നതാണ്. ഇപ്പോഴും അല്ലല്ല, ഇപ്പോഴും ഞാൻ ഗൗരവത്തോടെ തന്നെയാണ്. ഈ ന്യൂസ് എവിടെ നിന്ന് വന്നു? അതാണ് ഈ ന്യൂസ് ആരാണ് പടച്ചുവിടുന്നത്? ഓരോ ദിവസവും ഓരോ SITയുടെ വാർത്ത പുറത്തു വരികയാണ്. SIT തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങളൊരു വാർത്തയും കൊടുക്കുന്നില്ലെന്ന്. ഇതാരോ ബോധപൂർവമായി കേസിനെ വളച്ചൊടിക്കാൻ വേണ്ടി ഓരോ വാർത്ത കൊടുക്കുകയാണ്. ഇതേ സംബന്ധിച്ച് എൻ്റെ റോള് SITയുടെ മുമ്പിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തെ അവർ വിളിച്ചു വരുത്തി. അത് പരിശോധിച്ച് തെറ്റുണ്ടോ ഇല്ല ശരിയാണോ എന്നൊക്കെ നോക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. ഏതാ? അല്ല, അറിയിച്ചിട്ട് അത് തെറ്റല്ലേ? ഒരു ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം എന്നെ പോലെ ഒരാളുടെ അടുക്ക് വന്ന് പറയുമ്പം ഞാനത് SITയുടെ മുമ്പിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അതെൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാനത് അറിയിക്കണ്ടേ? മറ്റു കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ. ഇന്നലെ അൻവർ എന്നെ വിളിച്ചിരുന്നു. അൻവർ എന്നോട് പറഞ്ഞു, ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല, ചോദ്യം ചെയ്യൽ മാത്രമാണോ, ഇന്നലെ 5 മണിയായപ്പോൾ തീർന്നു. അത് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ട് ചർച്ച ചെയ്യും. ചർച്ച തുടങ്ങിയിട്ടില്ല. ഓക്കെ.